എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 വീഡിയോകളിൽ ക്ഷേത്രങ്ങളിലെ കൊടിമരത്തെക്കുറിച്ച് എന്താണ് കൊടിമരമെന്നും കൊടിമരത്തിൻ്റെ സ്ഥാനവും കൊടിമരത്തിൻ്റെ അവയവങ്ങൾ എന്താണ് എന്നും മനസ്സിലാക്കി. 3 ഭാഗങ്ങളുള്ള വീഡിയോ പരമ്പരയുടെ 3-ാം ഭാഗമാണ് ഇത്. ഈ വീഡിയോ മുഴുവനുമായി കാണുവാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുവാനും താൽപ്പര്യപ്പെടുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും വീഡിയോ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് ധ്വജപ്രതിഷ്ഠാകർമ്മം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. കൊടിമരം പ്രതിഷ്ഠിക്കുന്ന പ്രക്രിയ ധ്വജപ്രതിഷ്ഠ എന്നാണ് അറിയപ്പെടുന്നത്. കൊടിമരത്തിനടിയിലെ അതായത് വിഗ്രഹത്തിനടിയിലെ കൂർത്തനാളം പീഠത്തിൻ്റെ അതായത് നപുംസകശിലയുടെ കുഴിയിൽ മന്ത്രോച്ചാരണ സഹിതം തന്ത്രി ശുഭമുഹൂർത്തത്തിൽ ഇറക്കി വയ്ക്കുന്നതാണ് ധ്വജപ്രതിഷ്ഠ. ഇത് പ്രകൃതി പുരുഷ സംയോഗ പ്രതീകവുമാണ്. ഉത്തരായനത്തിലെ വെളുത്ത പക്ഷമാണ് പ്രതിഷ്ഠയ്ക്ക് നല്ലത്. മകം, ചതയം എന്നിവ ഒഴികെയുള്ള ഊൺനാളുകൾ നല്ലതാണ്. പ്രതിഷ്ഠാരാശിയുടെ 5, 8, 9, 12 ഭാഗങ്ങളിൽ പാപഗ്രഹങ്ങൾ ഇല്ലാതിരിക്കണം. പ്രതിഷ്ഠയ്ക്ക് മുമ്പ് പ്രാസാദശുദ്ധി, ജലാധിവാസം, പലവിധ പൂജകൾ, ഹോമങ്ങൾ, ബിംബശുദ്ധി, ശയ്യാപൂജ, ജലോദ്ധാരം, ധ്യാനാധിവാസം, ജീവാവാഹനം, നേത്രോന്മീലനം മുതലായ അനേകം ക്രിയകളും നപുംസക ശിലാപ്രതിഷ്ഠയും നടത്തണം. അതിനുശേഷമാണ് പ്രാണപ്രതിഷ്ഠ. താൽക്കാലിക കൊടിമരങ്ങളിൽ ആലില, പ്ലാവില, മാവില എന്നിവ കൂട്ടിക്കെട്ടി കൊടിമരത്തിൽ ആധാരചക്രങ്ങൾ ഉണ്ടാക്കുന്നു. കൊടിമരത്തിലെ മണ്ടിപ്പലക അവസാനത്തെ ആധാരചക്രമാണ്. ഗർഭഗൃഹ മധ്യത്തിൽ നിന്ന് 5, 6, 7 ഉത്തരദണ്ഡ് അകലത്തിൽ കൊടിമരം പ്രതിഷ്ഠിക്കാം. ദ്വാരനീളമാണ് കൊടിമരത്തിൻ്റെ ഉയരത്തിൻ്റെ മാനദണ്ഡം. ഉയരം 7, 9, 10, 11, 12, 13 ദ്വാരനീളമോ താഴികക്കുടത്തോളമോ ആകാം. തറ, വേദിക, സ്തംഭം, മണ്ടിപ്പലക, വീരകാണ്ഡം, വാഹനം, യഷ്ടി എന്നീ അവയവങ്ങൾ ധ്വജത്തിന് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അടുത്ത പ്രാവശ്യം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇതുവരെയും കൊടിമരത്തെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കി മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ പരമ്പര ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു.
ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും വീഡിയോ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു. നല്ല വിജ്ഞാനപ്രദമായ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.